ഈ ചിലർക്ക് എത്ര തന്നെ കഷ്ടപ്പെട്ടാലും ക്യാഷ് വരത്തില്ല അവരുടെ അടുത്ത്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ചിലർ ജോലി ചെയ്യും, ഒരുപാട് ജോലി, അതായത് രാവിലെ ജോലിക്ക് പോകും, പിന്നെ അതിനുശേഷം വൈകുന്നേരം വന്ന് പാർട്ട് ടൈം മറ്റ് വേറെ എന്തെങ്കിലും ജോലി ചെയ്യും. ഇങ്ങനെ 2-3 ജോലി ചെയ്യും. എന്നിട്ട് അവരുടെ അടുത്ത് എന്ത് ചെയ്യില്ല, ക്യാഷ് വരില്ല. ചിലർ ബിസിനസ് ചെയ്യും, അവർ വന്നിട്ട് 1-2 ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ 3-4 ബിസിനസ്സും കൂടെ ചെയ്യും. അപ്പോൾ എന്നാലും എത്ര എണ്ണം ചെയ്താലും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. എന്നിട്ടും അവരുടെ അടുത്ത് ഈ ക്യാഷ് വരില്ല. അവർ വന്നിട്ട് ചിന്തിക്കും, നമ്മളെന്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ അടുത്ത് ക്യാഷ് വരുന്നില്ലല്ലോ എന്നവർ ചിന്തിക്കും. ചിലർ വന്നിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സോ എന്തെങ്കിലും ചെയ്യും. അവരുടെ അടുത്ത് ഒരുപാട് ക്യാഷ് വരും, ഇഷ്ടം പോലെ ക്യാഷ് വരും. അപ്പോൾ അവർ ചിന്തിക്കും, നമ്മൾ എന്താണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അടുത്ത് ക്യാഷ് വരുന്നില്ല, മറ്റുള്ള അവർക്ക് അടുത്ത് ക്യാഷ് വരുന്നുണ്ടല്ലോ, അവർ വലുതായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, സിമ്പിളായിട്ടുള്ള ജോലികളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ എന്താണ് അവരുടെ അടുത്ത് ഇത്രയും ക്യാഷ് വരുന്നത്, നമ്മുടെ അടുത്ത് വരുന്നില്ല എന്നുള്ളത്? അപ്പോൾ അതിനുള്ള ഒരു സിമ്പിൾ ഇതെന്ന് പറയണത്, ആൻസർ എന്ന് പറയണത് വേറെ ഒന്നുമില്ല. നമ്മുടെ അടുത്ത് ഇപ്പോൾ ക്യാഷ് വരണമെങ്കിൽ നമ്മുടെ ഈ ക്യാഷ് ചിലവാക്കുമ്പോൾ, നമ്മുടെ ഇപ്പോൾ ഒരാളുടെ അടുത്ത് ക്യാഷ് വരാണ്, അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് ക്യാഷിനെ എന്ത് ചെയ്യും, സ്വീകരിക്കും. നമുക്ക് ഒരാൾ കുറച്ച് ക്യാഷ് കൊണ്ട് തരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ കുറച്ച് ക്യാഷ് നമുക്ക് ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും രീതിയിൽ കിട്ടുകയാണ്. അപ്പോൾ നമ്മളത് ആ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴേ നമുക്ക് നല്ല സന്തോഷത്തോടെയാണ് ആ ക്യാഷിനെ വാങ്ങുന്നത്. മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങുന്നത് വളരെ സന്തോഷത്തോടെയാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മുടേത് പ്രശ്നം അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ വാങ്ങുമ്പോഴേ നല്ല സന്തോഷത്തോടെ നമ്മൾ വാങ്ങുന്നു. അത് നമ്മുടെ ചിലവ് ചെയ്യുമ്പോൾ അയ്യോ നമുക്ക് ഇത്രയും ചിലവായല്ലോ, നമ്മുടെ കയ്യിൽ ഇത്രയും ക്യാഷല്ലേ ഉള്ളൂ, അപ്പോൾ ഈ ക്യാഷ് നമ്മുടെ ചിലവായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസത്തേക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, മറ്റു ചിലവുകൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷമില്ലാതെ ക്യാഷിനെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം കാണില്ല അവരുടെ മനസ്സിൽ. ക്യാഷ് വരുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാഷ് എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, മറ്റുള്ളവർ നമുക്ക് തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണോ റിസീവ് ചെയ്യണത്, അതേ ഒരു ഹാപ്പിനെസ്സോടെ ക്യാഷ് ചിലവാക്കുമ്പോഴും നമ്മളെന്ത് ചെയ്യണം, അങ്ങനെ ആയിരിക്കണം. ആ മൈൻഡ് സെറ്റ് നമുക്ക് വേണം. അത് ആദ്യമൊന്നും പറ്റത്തില്ല, അത് ചിലപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ഒരു ക്യാഷ് കയ്യിൽ നിന്ന് പോകുമ്പോൾ വിഷമമായിട്ടൊക്കെ ഇരിക്കും, നമ്മുടെ ക്യാഷ് പോയല്ലോ എന്നുള്ള ഇതിൽ വിഷമമായിരിക്കും. അതായത് നമ്മൾ ചിലവാക്കുമ്പോൾ, അത് എന്ത് ക്യാഷ് നമ്മൾ ചിലവാക്കിയാലും നമുക്ക് വിഷമമായിട്ട് തന്നെ ഇരിക്കുള്ളൂ. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇത്ര ഇരിക്കുകയാണ്, അത് കുറയുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക് ഒരു ചിന്ത വരും, ഒരുമാതിരിയുള്ള ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ കയ്യിൽ ക്യാഷ് വരാത്തത്. നമ്മുടെ കയ്യിൽ ക്യാഷ് വരണമെങ്കിൽ നമ്മൾ എപ്പോഴാണോ ക്യാഷ് നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ക്യാഷ് ചിലവാക്കുമ്പോഴും നമുക്ക് ആ സന്തോഷം ഇരിക്കാം. ഇരുന്നാൽ മാത്രമേ നമ്മുടെ അടുത്ത് പിന്നെയും ക്യാഷ് വരുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് അത്ര വേഗം ഇപ്പോൾ ഇന്ന് തുടങ്ങി നാളെ തൊട്ട് തന്നെ നമുക്ക് ക്യാഷ് ചിലവാക്കുമ്പോഴും നമുക്ക് ആ സന്തോഷം വരുത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യരുത്. നമ്മൾ ഓട്ടോമാറ്റിക്കാണ് നമുക്കത് വരണം മനസ്സിൽ. ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ഒരു കാര്യം അങ്ങനെ അത് കുറച്ച് ദിവസം പോകുമ്പോൾ ശരിയാവും. ആ സന്തോഷം നമുക്ക് ക്യാഷ് കൊടുക്കുമ്പോഴും ഒരു സാധനം വാങ്ങുമ്പോഴും എന്തോ ആവട്ടെ, ഒരാളിന് കൊടുക്കുമ്പോഴാവട്ടെ, ഒരാളിനെ ക്യാഷ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനം വാങ്ങിയിട്ട് അതിനെ സ്പെൻഡ് ചെയ്യുമ്പോഴോ നമുക്ക് ആ ഒരു ചിന്ത വരണം. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം അത് നമ്മളൊരു ഹാബിറ്റായിട്ട് മാറും. പിന്നെ നമുക്ക് ക്യാഷ് ചിലവാക്കുമ്പോൾ ഒരു ടെൻഷനോ ഒരിതും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എപ്പോഴാണോ എത്തുന്നത് ആ സമയം തൊട്ട് നമ്മുടെ അടുത്ത് ക്യാഷ് വന്നു തുടങ്ങും. ഇപ്പം അതായത് നമ്മളിപ്പോൾ ക്യാഷ് ചിലവാക്കുമ്പോൾ സന്തോഷത്തോടെ ചിലവാക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ സന്തോഷമില്ലാതെ ഒരുമാതിരി ഒരു അഭിനയം പോലെ സന്തോഷം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരത്തില്ല. അത് നമ്മൾ കുറച്ച് തന്നെ ഒറ്റയടിക്കൊന്നും മാറ്റാൻ പറ്റില്ല. ഒരു ദിവസം എല്ലാം മാറ്റാൻ പറ്റും, പക്ഷേ ഒരേ ദിവസത്തിലെല്ലാം മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കുറച്ച് ആ ഒരു ഹാബിറ്റിനെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ക്യാഷ് വരും, എല്ലാവരുടെ അടുത്തും ക്യാഷ് വരും. ക്യാഷ് വരണമെങ്കിൽ ഈ ഒരു ടെക്നിക്കാണ്, ഇത് വളരെ വലിയ ഒരു ടെക്നിക്കാണ്. ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ക്യാഷ് വരും. അതിന് വലിയ ലാ ഓഫ് അട്രാക്ഷൻ, ഇത് അഫർമേഷൻ എന്തെല്ലാം നമുക്ക് പറയുന്നുണ്ട്. അതൊന്നും ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വേറെ ഒന്നുമില്ല. ക്യാഷ് നോക്കും, ഇവൻ്റെ അടുത്ത് ക്യാഷ് നമ്മുടെ പോയി കഴിഞ്ഞാൽ ഇവൻ ഹാപ്പിയോടെ തന്നെ നമ്മൾ സ്വീകരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അത് ക്യാഷ് കൊടുക്കുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളതെങ്കിൽ
നമുക്ക് വരുമ്പോഴും ക്യാഷ് വരുമ്പോൾ ഉള്ള സന്തോഷം കൊടുക്കുമ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ക്യാഷ് വരും, എല്ലായിടത്തും ക്യാഷ് വരും. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മാത്രം മതി. ഇനി തൊട്ട് നാളെ തൊട്ട് അല്ലെങ്കിൽ അടുത്ത നിമിഷം തൊട്ട് നമ്മുടെ ഒരു ക്യാഷ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ അത് സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യണം, ചിലവ് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് ക്യാഷ് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ നമ്മുടെ കയ്യിലിട്ടെത്തും.